ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മാത്സ് 9ാമത്തെ യൂണിറ്റ് ഇറ്റ് ഈസ് ടൈം ആണ്. നേരമായി. നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ടൈം മിയാസ് ഡയറി. മിയയുടെ ഡയറി നമുക്ക് നോക്കാം. ഏത് ദിവസത്തെയാണ്? ജനുവരി 1 വെനസ്ഡേ. ജനുവരി 1 ബുധനാഴ്ചത്തെ ഡയറിയാണ്. മൈ ഡേ, എൻ്റെ ഒരു ദിവസം എന്ന് മിയ പറയുന്നുണ്ടല്ലേ. നമുക്ക് വായിക്കാം. നോക്കിയേ, ചിത്രത്തിൽ നമുക്ക് കാണാം. മിയ ഉറങ്ങുന്നു, അമ്മ വന്ന് വിളിച്ചുണർത്തുന്നു അല്ലേ. ഓം വോക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്. അമ്മ വിളിച്ചുണർത്തി രാവിലെ അല്ലെ. ബ്രഷ്ഡ് മൈ ടീത്ത്, എന്റെ പല്ലു തേച്ചു. മിയ പല്ലു തേക്കുന്ന ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ ചിത്രം നോക്കിയേ, കുളിക്കുകയാണല്ലേ മിയ. ബാത്ത് ടുക്ക് മോർ ടൈം. കുളിക്ക് ഒരുപാട് സമയമെടുത്തു, കൂടുതൽ സമയമെടുത്തു. നെക്സ്റ്റ് പേജ് നോക്കിയേ, അച്ഛൻ ദോശ കൊടുക്കുന്നുണ്ടല്ലേ. ഡാഡ് ഗേവ് മീ ദോശ ആൻഡ് ചട്നി. അച്ഛൻ ദോശയും ചമ്മന്തിയും തന്നു. സിൻസ് ഐ ടുക്ക് ദ സ്കൂൾ വാൻ ഐ റീച്ച്ഡ് സ്കൂൾ ക്വിക്ലി. സ്കൂൾ വാനിൽ പോയതുകൊണ്ട് സ്കൂളിൽ പെട്ടെന്ന് എത്താൻ കഴിഞ്ഞു. സ്കൂൾ വാനിൽ പോകുന്നത് കാണാം നമുക്ക്. വിത്ത് രേണുക ടീച്ചർ അണ്ടിൽ നൂൺ. ഉച്ചവരെ രേണുക ടീച്ചറിനോടൊപ്പം പഠിച്ചു അല്ലേ. രേണുക ടീച്ചർ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് കണ്ടോ. മിയയുടെ ഡയറിയിൽ പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഫോർ ലഞ്ച് ഐ ഗോട്ട് മൈ ഫേവറേറ്റ് കറി, ഇറ്റ് വാസ് ടേസ്റ്റി. ഉച്ചയ്ക്ക് ലഞ്ചിന് എൻ്റെ ഫേവറേറ്റ് ഇഷ്ടമുള്ള കറി തന്നെ കിട്ടി, അത് വളരെ രുചിയുമായിരുന്നു. ഡ്യൂറിംഗ് ദ ആഫ്റ്റർനൂൺ ഐ ഡ്രൂ പിക്ചേഴ്സ് ഇൻ ദ മാത്സ് നോട്ട്ബുക്ക്. ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്തു? മാത്സ് നോട്ട്ബുക്കിലെ ചിത്രങ്ങള് വരച്ചു. അതിനുശേഷം നോക്കിയേ, ഈവനിങ് അവരെന്താ ചെയ്യുന്നത്? കളിക്കുന്നുണ്ടല്ലേ. ഇൻ ദ ഈവനിങ് ഐ പ്ലേഡ് ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. വൈകുന്നേരം എൻ്റെ കൂട്ടുകാരുമൊത്ത് ക്രിക്കറ്റ് കളിച്ചു. ഇനി എന്താണ് മിയ പറയുന്നത്? അറ്റ് നൈറ്റ് വി ഹാഡ് ചപ്പാത്തി. നൈറ്റ് രാത്രി ചപ്പാത്തി കഴിച്ചു. അടുത്ത ചിത്രം നോക്കിയേ, മിയ ഇരുന്ന് പഠിക്കുകയാണ്. മോം ടോൾഡ് സ്വീറ്റി ഇറ്റ്സ് 9 o'clock ഗോ ടു സ്ലീപ്. മോളെ 9 മണിയായി, ഇനി ഉറങ്ങാം എന്ന് ആരാണ് പറയുന്നത്? അമ്മ പറയുന്നല്ലേ. മോം ടോൾഡ്, അമ്മ പറയുന്നു. ഇതിൽ നിന്ന് നിങ്ങൾ ഏതൊക്കെ ടൈമാണ് കണ്ടത്? രാവിലെ, അപ്പൊ മോർണിംഗ്, ഉച്ച നൂൺ, അത് കഴിഞ്ഞ് വൈകുന്നേരം ഈവനിങ്, രാത്രി നൈറ്റ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചോ? നെക്സ്റ്റ് പേജ് നോക്കാം. ഡയറി വിത്ത് പിക്ചേഴ്സ്. അവിടെ താഴെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അത് നോക്കി ഡയറി എഴുതാം. വാട്ട് ഓൾ തിങ്സ് ഡിഡ് മിയ സീ. എന്തൊക്കെയാണ് മിയ കണ്ടത്? ടു വാട്ട് ഓൾ പ്ലേസസ് ഡിഡ് ഷീ ഗോ. എവിടേക്കാണ് മിയ പോയത്? വാട്ട് ഓൾ തിങ്സ് ഡിഡ് ഷീ ഡു. എന്തൊക്കെയാണ് അവൾ ചെയ്തത്? നമുക്ക് ഈ ചിത്രങ്ങൾ വെച്ചൊന്ന് എഴുതിയാലോ? ആദ്യത്തെ ചിത്രം നോക്കിയേ, സൂര്യൻ ഉദിച്ചു വരുന്നതാണ് അല്ലേ. വോക്കപ്പ് ഏർലി മോർണിംഗ് ഐ സോ സൺലൈറ്റ്. രാവിലെ തന്നെ എഴുന്നേറ്റു, എന്ത് കണ്ടു? സൺലൈറ്റ്, സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടു. പിന്നെന്താ? അടുത്ത ചിത്രം നോക്കിയേ, ഗാർഡനിലെ അമ്മ പൂക്കൾക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. അച്ഛൻ ചെടി ഏതോ ഒരെണ്ണം പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? സ്പെൻഡ് സം ടൈം ഇൻ ദ ഗാർഡൻ. കുറച്ച് സമയം ഗാർഡനിൽ സ്പെൻഡ് ചെയ്തു. അടുത്ത് നോക്കി, അവർ ആഹാരം കഴിക്കുന്നതാണ്. ഹാഡ് ലഞ്ച് ഫ്രം ഹോട്ടൽ. ഉച്ചയ്ക്ക് ലഞ്ച് ഹോട്ടലിൽ നിന്ന് കഴിച്ചു. നെക്സ്റ്റ് പിക്ചർ എന്താണ്? കൂട്ടുകാരോടൊപ്പം പാർക്കിൽ പോയി. വെന്റ് ടു പാർക്ക് വിത്ത് ഫ്രണ്ട്സ്. നെക്സ്റ്റോ, സ്കൂളിലെ ആനിവേഴ്സറിക്ക് സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നു, അത് കാണാൻ പോയി. വെന്റ് ടു സ്കൂൾ ആനിവേഴ്സറി എന്ന് എഴുതാമല്ലോ. ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? അത് എഴുതാം. അപ്പോൾ നമ്മൾ തന്ന ചിത്രങ്ങൾ വെച്ച് ഡയറി എഴുതി. ഇനി മൈ ഡയറി, എന്റെ ഡയറി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. വേർ ഡിഡ് യു ഗോ ലാസ്റ്റ് സൺഡേ. ഈ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ എവിടെയൊക്കെയാണ് പോയത്? വാട്ട് ഓൾ തിങ്സ് ഡിഡ് യു ഡു. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? റൈറ്റ് എ ഡേയ്സ് ഡയറി ഡിസ്ക്രൈബിംഗ് ഓൾ ദീസ്. ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട്, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ പിക്ചേഴ്സ് ടു. അതിന്റെ കൂടെ എന്തും കൂടി വരയ്ക്കണം? നേരത്തെ കണ്ട പോലെ പിക്ചറും കൂടി വരയ്ക്കണം. താഴെ ഒരു കുട്ടി ചിന്തിക്കുന്നതായിട്ട് തന്നിട്ടുണ്ട്. ടുഡേ ഈസ് സൺഡേ, ഇന്ന് സൺഡേ ആണ്. വാട്ട് ഷുഡ് ഐ റൈറ്റ് ഇൻ മൈ ഡയറി. എന്തൊക്കെ എന്റെ ഡയറിയിൽ ഞാൻ എഴുതും? ഐ മസ്റ്റ് റൈറ്റ് ദ ടൈംസ് ടു ലൈക്ക് മോർണിംഗ്, നൂൺ, ഈവനിങ്, നൈറ്റ്. മോർണിംഗ് രാവിലെ, ഉച്ച, വൈകുന്നേരം, രാത്രി, അങ്ങനെ ടൈം പറഞ്ഞു തന്നെ എഴുതുമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്കും ഇതുപോലെ മോർണിംഗ്, നൂൺ, ഈവനിങ്, നൈറ്റ് എല്ലാം ചേർത്ത് തന്നെ ഡയറി എഴുതാം. ഡാഡ് വോക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്. അച്ഛൻ രാവിലെ വിളിച്ചുണർത്തി. ആഫ്റ്റർ ഹാവിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വി വെന്റ് ടു പാർക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പാർക്കിലേക്ക് പോയി. ദെൻ വി വിസിറ്റഡ് എ സൂപ്പർ മാർക്കറ്റ്
From there we bought some things. ഞങ്ങൾ അതിനുശേഷം സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അറ്റ് noon we all had lunch at a hotel. അതിനുശേഷം എന്ത് ചെയ്തു? ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഈവനിങ് we went to museum. വൈകിട്ട് ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് പോയി. ലാസ്റ്റ് വി വെന്റ് ടു ദ ബീച്ച്. അതിനുശേഷം അവസാനമായി ഞങ്ങൾ പോയത് ബീച്ചിലേക്കാണ്. അറ്റ് നൈറ്റ് രാത്രി വി റീച്ച്ഡ് ഹോം ആഫ്റ്റർ ഹാവിംഗ് ഫുഡ് ഫ്രം ഔട്ട്സൈഡ്. പുറത്തു നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രി ഞങ്ങൾ വീട്ടിലെത്തിച്ചേർന്നു. അപ്പോൾ ഇതിന് പറ്റിയ ചിത്രങ്ങൾ കൂടി നിങ്ങൾ വരച്ചു ചേർക്കണം. നെക്സ്റ്റ് വീക്ക് ഡേയ്സ്, ആഴ്ചയിലെ ദിവസങ്ങൾ അല്ലെ. ഡേയ്സ് ഓഫ് ദ വീക്ക് ഓൾ 7 of them went to see the കൊടകര പൂരം. ആഴ്ചയിലെ 7 ദിവസങ്ങളും കൂടി എന്ത് ചെയ്തു? കൊടകര പൂരം കാണാൻ പോയി. സൺഡേ ഇൻ ഫ്രണ്ട്, സൺഡേ മുന്നിൽ, വിത്ത് പഫ്ഡ് അപ്പ് ചെസ്റ്റ് meekly followed by all the rest. സൺഡേ മുന്നിൽ അങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് ഗമയിൽ നടന്ന് ബാക്കിയുള്ള 6 പേരും പിറകെ നടക്കുകയാണല്ലേ. മൺഡേ ബോട്ട് മെനി മേക്കപ്പ് തിങ്സ്. മൺഡേ പൂരം കാണാൻ പോയിട്ട് എന്താണ് വാങ്ങിയത്? മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങി. ട്യൂസ്ഡേ വെൻ ഫോർ ബാംഗിൾസ് ആൻഡ് റിങ്സ്. ട്യൂസ്ഡേ എന്താണ് വാങ്ങിയത്? വളകളും റിങ്സ് മോതിരങ്ങളുമാണ് വാങ്ങിയത് അല്ലേ. വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ വോക്ക്ഡ് എ ലോട്ട് മഞ്ചിങ് ഓൺ ദ ടിറ്റ്ബിറ്റ്സ് ദേ ഹാഡ് ബോട്ട്. വെനസ്ഡേയും തേഴ്സ്ഡേയും ഒരുപാട് ചുറ്റിക്കറങ്ങിയൊക്കെ നടന്ന് പല സാധനങ്ങളും വാങ്ങിച്ച് കുറിക്കുകയാണ്. കടലയും അതും ഇതുമൊക്കെ വാങ്ങിച്ച് കുറിക്കുകയാണ്. ഫ്രൈഡേ വാണ്ടഡ് സംതിങ് ടു വെയർ. ധരിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ ഫ്രൈഡേ നടക്കുകയാണ്. സാറ്റർഡേ വെന്റ് ടു ബൈ സം കൂൾ വെയർ. കൂൾ വെയർ എന്തെങ്കിലും വാങ്ങിക്കാൻ സാറ്റർഡേ പോയി. As they walked merrily in the fairground, crackers burst with terrific sound. അപ്പോൾ എന്ത് ചെയ്തു? പടപടാ പടക്കം പൊട്ടി. അവരെല്ലാവരും ഇങ്ങനെ നടക്കുന്ന സമയത്ത് പടപടാ പടക്കം പൊട്ടി. This gave the 7 friends such a scare. ആ പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ട് ഇവർ 7 പേരും പേടിച്ചു പോയി. They climbed on a wall and stayed there. അവരൊരു മതിലിന്റെ മുകളിൽ കയറി ഇങ്ങനെ നിന്നു 7 പേരും കൂടി. ആരാണ് എഴുതിയിരിക്കുന്നത്? PT മണികണ്ഠൻ പന്തലൂർ. അപ്പോൾ നിങ്ങൾ ഒരാഴ്ചയിലെ ദിവസങ്ങൾ പഠിച്ചല്ലോ. വീക്സ് ഏതൊക്കെ ഡേയ്സ് ആണുള്ളത്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇത് പഠിക്കണം. നെക്സ്റ്റ് പേജ് കലണ്ടർ റീഡിംഗ്. സേ ദ നെയിംസ് ഓഫ് ദ ഡേയ്സ് ഓഫ് ദ വീക്ക് ആൻഡ് റൈറ്റ് ദം ഡൗൺ. നമുക്ക് കലണ്ടർ നോക്കി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ജനുവരി 2025 കലണ്ടറാണ് തന്നിരിക്കുന്നത്. നോക്കിയേ. ഹൗ മെനി ഹോളിഡേയ്സ് ഇൻ ജനുവരി 2025? എത്ര അവധി ദിവസങ്ങളാണ് ജനുവരി 2025 ഉള്ളത്? നോക്കിയേ. അവധി ദിവസങ്ങൾ കലണ്ടറിൽ റെഡ് കളറിലായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്പേഴ്സ് റെഡ് കളറായിരിക്കും. ഏതൊക്കെ റെഡ് കളറിലുള്ള നമ്പേഴ്സാണുള്ളത്? നോക്കിയേ. ഡേയ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനുവരി തുടങ്ങിയിരിക്കുന്നത് വെനസ്ഡേ ആണല്ലേ, അതായത് ബുധനാഴ്ചയാണ്. അത് കഴിഞ്ഞ് ജനുവരി 2 മന്നൻ ജയന്തിയാണ്, അവധി ദിവസമാണ്. അത് കൂടാതെ സൺഡേസ് എല്ലാം അവധി ദിവസമാണ്. 5, 12, 19, 26 റിപ്പബ്ലിക് ഡേ കൂടിയാണ്. അപ്പോൾ അതെല്ലാം അവധി ദിവസമാണ്. കൂടാതെ സെക്കൻഡ് സാറ്റർഡേ അവധി ദിവസമാണ്, 11th. അപ്പോൾ ഏതൊക്കെയാണ് അവധി ദിവസങ്ങൾ? 2, 5, 11, 12, 19, 26. ഇതെല്ലാം അവധി ദിവസങ്ങളാണ്. അപ്പോൾ താഴത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഹൗ മെനി ഹോളിഡേയ്സ് ഇൻ ജനുവരി? എത്ര അവധി ദിവസങ്ങൾ? 6. 6 എന്നവിടെ എഴുതാം. ഓൺ വിച്ച് ഡേ ആൻഡ് ഡേറ്റ് ഡസ് ന്യൂ ഇയർ സ്റ്റാർട്ട്? ഏതു ദിവസം ഏതു തീയതിയാണ് പുതിയ വർഷം തുടങ്ങിയിരിക്കുന്നത്? നോക്കിയേ. കലണ്ടറിൽ ജനുവരി 1 വെനസ്ഡേ ആണ്, ബുധനാഴ്ചയാണ്. അപ്പോൾ വെനസ്ഡേ ഏത് ദിവസമാണ്? 1-ാം തീയതി വെനസ്ഡേ. അപ്പോൾ അത് നമുക്കവിടെ എഴുതണം. വെനസ്ഡേ 1 എന്നവിടെ എഴുതണം. നെക്സ്റ്റ് പേജ് ക്ലീൻ സ്കൂൾ, ശുചിത്വ വിദ്യാലയം. ഓൺ സൺഡേ ദർ വാസ് എ മീറ്റിംഗ് ഇൻ ദ സ്കൂൾ ഫോർ പാരൻസ്. സൺഡേ ഞായറാഴ്ച സ്കൂളിൽ പേരൻസിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ദ ക്ലീൻ സ്കൂൾ പ്രോഗ്രാം വാസ് ഇനാഗുറേറ്റഡ് ഓൺ മൺഡേ. തിങ്കളാഴ്ച ക്ലീൻ സ്കൂൾ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വാസ് പ്രസന്റ്. അപ്പോൾ അതിൽ വാർഡ് മെമ്പർ വന്നിരുന്നു. ഓൺ ട്യൂസ്ഡേ പാം ലീഫ് ബാസ്ക്കറ്റ് വെർ മേഡ്. ചൊവ്വാഴ്ച ഓല കൊണ്ടുള്ള ബാസ്ക്കറ്റ് കുട്ടകൾ ഉണ്ടാക്കി. പിറ്റ്സ് വെയർ ഡഗ് ഓൺ വെനസ്ഡേ. കുഴി ഉണ്ടാക്കിയത് വെനസ്ഡേ ആണ്. പോസ്റ്റർ ക്യാമ്പയിൻ ഓൺ തേഴ്സ്ഡേ. പോസ്റ്റർ ക്യാമ്പയിൻ നടന്നത് വ്യാഴാഴ്ചയാണ്. ഓൺ ഫ്രൈഡേ ഓൾ ദ പാരൻസ് ക്ലീൻഡ് അപ്പ് ദ സ്കൂൾ ആൻഡ് സറൗണ്ടിങ്. സ്കൂളും ചുറ്റുപാടും പാരൻസ് വെള്ളിയാഴ്ച വന്ന് വൃത്തിയാക്കി. ഓൺ സാറ്റർഡേ പഞ്ചായത്ത് പ്രസിഡന്റ് ഡിക്ലെയർഡ് അവർ സ്കൂൾ എ ക്ലീൻ സ്കൂൾ.
ശനിയാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് നമ്മുടെ സ്കൂൾ ശുചിത്വ വിദ്യാലയമായിട്ട് പ്രഖ്യാപിച്ചു. മൈ എക്സ്പീരിയൻസ് 1 വീക്ക് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്റെ അനുഭവം. റൈറ്റ് 1 നൈസ് തിങ് ദാറ്റ് ഹാപ്പൻ ഓൺ ഈച്ച് ഡേ ഓഫ് ദ വീക്ക്. ഒരാഴ്ചയിലെ ഓരോ ദിവസവും നടന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സൺഡേ ആഫ്റ്റർ ഹാവിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വി വെന്റ് ടു ദ ബീച്ച്. സൺഡേ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ബീച്ചിൽ പോയി. മൺഡേ സെലിബ്രേറ്റഡ് മൈ സിസ്റ്റേഴ്സ് ബർത്ത്ഡേ. മൺഡേ എന്റെ സഹോദരിയുടെ ജന്മദിനം ആഘോഷിച്ചു. ട്യൂസ്ഡേ വെന്റ് ടു ദ ടെമ്പിൾ ഇൻ ദ ഈവനിങ്. ട്യൂസ്ഡേ വൈകുന്നേരം അമ്പലത്തിൽ പോയി. വെനസ്ഡേ ബോട്ട് ന്യൂ ടോയ്. ഒരു പുതിയ ടോയ് കളിപ്പാട്ടം വാങ്ങി. തേഴ്സ്ഡേ വ്യാഴാഴ്ച പെർഫോംഡ് ഓൺ സ്റ്റേജ് അറ്റ് സ്കൂൾ. സ്കൂളിലെ സ്റ്റേജിൽ പെർഫോം ചെയ്തു. ഫ്രൈഡേ ഗിഫ്റ്റ് ഫ്രം ഫാദർ. അച്ഛനൊരു ഗിഫ്റ്റ് തന്നു. സാറ്റർഡേ വിസിറ്റഡ് ഗ്രാൻഡ് പാരൻസ് ഹൗസ്. എൻ്റെ ഗ്രാൻഡ് പാരൻസിന്റെ ഹൗസിൽ പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. മന്ത് ഓഫ് എ ഇയർ. ഒരു വർഷത്തിലെ മാസങ്ങൾ നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് ഫിൽ ഇൻ ദ നെയിംസ് ഓഫ് ദ മന്ത്സ്. അപ്പോൾ കലണ്ടർ നോക്കി മന്ത്സ് മാസങ്ങളും അവിടെ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നിരിക്കുന്നത് നോക്കൂ. ജനുവരി ബിഗിനിങ് ഓഫ് എ ന്യൂ ഇയർ. പുതിയ വർഷം തുടങ്ങുന്നു ജനുവരിയിൽ. ഫെബ്രുവരി. അത് കഴിഞ്ഞ് മാർച്ച് എഴുതുക. ഏപ്രിൽ മെയ് സമ്മർ വെക്കേഷൻ ആണ്. അപ്പൊ ഏപ്രിൽ മെയ്. ജൂൺ സ്കൂൾ റീഓപ്പൺസ്. സ്കൂൾ തുറക്കുന്നു. ജൂലൈ. ആഗസ്റ്റിൽ എന്താണ്? ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യ ദിനം. സെപ്റ്റംബർ. ഒക്ടോബർ. നവംബറിൽ ചിൽഡ്രൻസ് ഡേ ശിശുദിനം. അത് കഴിഞ്ഞ് ഡിസംബറിൽ എന്താണ്? ക്രിസ്മസ് ആണ്. ഡിസംബർ 25 ക്രിസ്മസ് ആണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം എഴുതുക. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15 അറിയാം. ചിൽഡ്രൻസ് ഡേ നമുക്കറിയാം നവംബർ 14 ആണ്. ഡിസംബറിൽ ക്രിസ്മസ് 25 ആണ്. സമ്മർ വെക്കേഷൻ എപ്പോഴും ഏപ്രിലും മെയ്യും ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ന്യൂ ഇയർ ജനുവരി 1 അറിയാം. ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നോക്കിയാൽ അവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. ഓൺ വിച്ച് മന്ത്സ് ഡു യു ഹാവ് ദ സമ്മർ വെക്കേഷൻ? സ്കൂൾ വേനൽ അവധിക്കാലം ഏതെല്ലാം മാസങ്ങളിലാണ്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഏപ്രിൽ മെയ്. അപ്പൊ ഏപ്രിൽ ആൻഡ് മെയ് അവിടെ എഴുതണം. ഇൻ വിച്ച് മന്ത് ഈസ് യുവർ ബർത്ത്ഡേ? നിങ്ങളുടെ ബർത്ത്ഡേ ഏത് മാസത്തിലാണ്? അത് നിങ്ങൾ എഴുതി കൊടുക്കുക. കളർ ദ മന്ത് ബ്ലൂ. എന്നിട്ട് ആ മന്ത് കളർ ചെയ്യുക. ഏത് കളർ വെച്ച്? ബ്ലൂ കളർ, നീല കളർ വെച്ച് കളർ ചെയ്യുക. വിച്ച് ഇസ് ദ ലാസ്റ്റ് മന്ത് ഓഫ് എ ഇയർ? ഒരു വർഷത്തിലെ അവസാന മാസം ഏതാണ്? ഡിസംബർ ആണ്. അവിടെ ഡിസംബർ എന്ന് എഴുതുക. അടുത്ത് നോക്കൂ. വിച്ച് മന്ത് ഏത് മാസത്തിൽ? ഹാപ്പി ന്യൂ ഇയർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ന്യൂ ഇയർ ബിഗിൻസ്. ന്യൂ ഇയർ തുടങ്ങുന്നത് ജനുവരി 1 അപ്പൊ ജനുവരി എഴുതുക. റിപ്പബ്ലിക് ഡേ ജനുവരി 26 റിപ്പബ്ലിക് ഡേ. അടുത്തത് ചിൽഡ്രൻസ് ഡേ ശിശുദിനം എന്നാണ്? നവംബർ 14 നവംബർ 14 എഴുതുക. ഗാന്ധി ജയന്തി ഒക്ടോബർ 2 ഒക്ടോബർ 2 എഴുതുക. അപ്പോൾ ഒക്ടോബർ എഴുതുക. ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15 അപ്പോൾ ഓഗസ്റ്റ് എഴുതുക. ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ 5 സെപ്റ്റംബർ അവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് സീസൺസ് കാലങ്ങൾ അല്ലേ? സമ്മർ വേനല്, സ്പ്രിംഗ് വസന്തം, റെയിനി മഴക്കാലം, വിന്റർ ശീതകാലം. ജോയിൻ പിക്ചേഴ്സ് സ്യൂട്ടബിൾ ടു ദ സീസൺസ്. അപ്പോൾ താഴെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് കണക്ക് സീസണും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാം. കുടയാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ കുട വേണ്ടത് ഏത് സീസണിലാണ്? റെയിനി സീസണിലാണ്, മഴക്കാലത്തിലാണ്. അപ്പോൾ റെയിനിയിലോട്ട് വരച്ച് ചേർക്കാം. നെക്സ്റ്റ് സെക്ടറാണ് തന്നിരിക്കുന്നത്, അത് ഏത് സമയത്താണ് വേണ്ടത്? വിന്ററിലാണ് വേണ്ടത്. അപ്പോൾ വിന്ററിലായിട്ട് വരച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തത് വിഷറിയാണ്, അത് ഏത് സീസണിലാണ് വേണ്ടത്? ചൂടുകാലത്താണ് അല്ലേ? അപ്പോൾ സമ്മറിലോട്ട് വരച്ച് ചേർത്ത് കൊടുക്കാം, വേനൽക്കാലം. അടുത്ത് പൂവൊക്കെ വിരിയുന്ന സമയം സ്പ്രിംഗ് ആണല്ലേ? വസന്തകാലത്താണ് പൂക്കളൊക്കെ വിരിയുന്നത്. നമ്മൾ മുകളിലെ ചിത്രത്തിലൊക്കെ കണ്ടു, സ്പ്രിംഗിലെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ വസന്തകാലത്ത് പൂക്കളൊക്കെ വിരിയുന്നു, സ്പ്രിംഗ്. അപ്പോൾ പൂവ് സ്പ്രിംഗിലോട്ട് വരച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.